അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈച്ചുവിൻ്റെ വണ്ടിയായിട്ട് നമ്മളെല്ലാ വണ്ടിയും കൊടുത്തിടുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ നമ്മൾ മലപ്പുറം ഓൺ റോഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ ഡിസയറിനാണെങ്കിലും ബാക്കിയുള്ള വണ്ടികളാണെങ്കിലും അതുപോലെ നമ്മളെ എറ്റിയോസ് ആണെങ്കിലും ഫുള്ള് നമ്മൾ വർക്കെല്ലാം ചെയ്യിപ്പിച്ചിരുന്നത് ഓൺ റോഡ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ കുറേ ചേഞ്ചസ് ഉണ്ട്. ഈ സാധനം ഇപ്പോൾ കുറേ ഹെഡ്ലൈറ്റ്, ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ കോട്ടിങ്, അതേപോലെ ബാക്കി കുറേ മാറ്റായിട്ടുള്ള പാർട്സ് ഫുള്ള് ഗ്ലോസി ആക്കാൻ, അതുപോലെ തന്നെ എവിടേക്കോ എന്തൊക്കെയോ ഉള്ളിൽ പെയിൻറ്റിങ്, ബാക്കിൽ പെയിൻറ്റിങ് അങ്ങനെ കുറേ തന്നിക്കണ്. അപ്പോൾ ഓൺ റോഡിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് പോലെ കാണിച്ചു തന്നു. കിറ്റിലാണെങ്കിലും കാര്യങ്ങളാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് വണ്ടി പ്രേമികളുണ്ടെങ്കിൽ ഒന്ന് സജഷൻ പറഞ്ഞു. എനിക്ക് ഈ വണ്ടിനെ കുറിച്ച് എനിക്കിത് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ കൊണ്ടുനടക്കാൻ എനിക്ക് ഇഷ്ടം. പക്ഷേ ഓല് കുറേ സാധനങ്ങൾ കാണിച്ചു തന്നപ്പോൾ എനിക്ക് അങ്ങനെ കൊണ്ടുനടന്നാലും അത് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് മനസ്സിലായി. അപ്പം ഇല്ല, രസമുണ്ട്. ഓല് കുറേ ഓപ്ഷൻസ് കാണിച്ചു തന്നു. ഓല് ചെയ്യുന്ന കുറേ ഫേസ് ലിഫ്റ്റുകൾ, കുറേ അടിപൊളി സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ ഓൺ റോഡിൽ കൊടുത്ത് പോവുകയാണ്. ഇനി കുറച്ച് ദിവസത്തിന് വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എന്തൊക്കെ കിട്ടുള്ളൂ? കല്യാണമൊക്കെ ആകുമ്പോൾ എന്തെല്ലാം പ്ലാനിങ്ങുകളാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മള് ബ്ലാക്ക് വണ്ടികൾ ഫുള്ള് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം എന്താ പറയാ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബ്ലാക്കും ഇഷ്ടപ്പെടുന്ന ആളാരാണ്? വൈറ്റ് ഇട്ടിക്കണേ. ഇന്ന് വൈറ്റ് ഇടണ്ട, ഇക്കുന്റെ വേറെ വരട്ടാ. ഇക്കുണ്ടത് എല്ലാം കൂടി ഒരുമിച്ച് കാരണം. അപ്പൊ ഇതാ പ്ലാൻ ചെയ്തതാ. ഓ ഇനി ഇത് ഫൈനലായിട്ടില്ല. നമ്മൾ ജസ്റ്റ് സാധനങ്ങൾ പറഞ്ഞു. ഈ വീൽ കപ്പൊക്കെ ബ്ലാക്ക് ആക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ മൊത്തം ഞാൻ പറട്ടെ, നമ്മളെ ഇന്നെ വെറുതെ വിടി. ഞാൻ ഇന്നെ ഈസ നമ്മുടെ വണ്ടി ഇവിടെ കൊടുത്തിട്ടാ പറഞ്ഞു. ഞാൻ ഒഴിവുള്ളപ്പോൾ കൊടുത്തിട്ടു, അല്ല എന്താ കാട്ടുക. അപ്പം ഇതെന്നെ പണി കഴിഞ്ഞിട്ട് കാണട്ടോ. അപ്പോൾ ഓൺ റോഡിലിട്ട് കൊടുത്തിക്കണം. ഓൺ റോഡ് എല്ലാവർക്കും അറിയണതാണ്. നമ്മളിപ്പോൾ എസ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കണ്ടോ, ആകാശത്ത് കാറൊക്കെ ഫിറ്റ് ചെയ്താണ് വെച്ചേക്കണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നീനി കേട്ടോ. കാറ് തിരിച്ചാണ്ട് വെച്ചു. ഇഷ്യല്ല കുട്ടിക്കോളി അതന്നെ. അപ്പോൾ അവിടുന്ന് ഇൻഷാല്ലാ ഡെലിവറി എടുക്കാം. നമുക്ക് ഓഗസ്റ്റ് 16 മുന്നേ എന്ത് ചെയ്യണം? ഡെലിവറി ചെയ്യണം. ഓഗസ്റ്റ് 15 14 നമ്മൾ ഡെലിവറി ചെയ്താലേ നമുക്ക് വണ്ടി തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമ്മൾ ഇനി എങ്ങോട്ടാ പോകണമെന്നുള്ളതും കാണാം. നമസ്കാരം. അപ്പം നമ്മൾ വണ്ടിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ വ്ളോഗ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. എന്നെ ഈ ലുക്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും കുറച്ച് പണികൾ എനിക്ക് പെൻഡിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് ഇന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഡ്രസ്സ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങൾ വന്നാൽ എങ്ങനെ കാസർഗോഡ് നിന്ന് മഷൂഫ്ക്ക് എല്ലാവരും ചെക്കന്മാരെല്ലാവരും എത്തും എന്നുള്ളതിന്. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം നമ്മളടുത്ത് വന്നു, നമ്മളെ ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങൾ നോക്കി. രണ്ടാമത്തെ പ്രാവശ്യം നമ്മളടുത്ത് തന്നെ വന്നിട്ട് ഇപ്പോൾ മെഷർമെൻറ്റ്സ് കാര്യങ്ങൾ ഫുള്ള് ഓല് ചെക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഇതിൽ നമ്മളെ ഡ്രസ്സ് ഉണ്ട്. ഇത് ഫുള്ള് കാണൂല, ഇപ്പോൾ കാണിച്ചു തരില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് റിവീൽ ചെയ്യുക. അതിലൊരു ഡ്രസ്സുണ്ട്, ഇതിലൊരു ഡ്രസ്സുണ്ട്, അവിടെ ഒരു ഡ്രസ്സുണ്ട്. അപ്പം ഓരോ പരിപാടിക്ക് ഇത് നമ്മളെ റെൻ്റലിൻ്റെ അല്ലേ, ടെക്സോ. അപ്പോൾ ഈ ടെക്സോ എന്ന് പറയുന്നത് 11 തന്നെ റെൻ്റലിൻ്റെതാണ്. ഇത് നമ്മളെ ഇത് കസ്റ്റമൈസ്ഡ്, ഫുള്ള് കസ്റ്റമൈസ്ഡ്. അപ്പം ഇതിപ്പോൾ സാധാ ഒരു നോർമൽ 3-4 പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് സാധാ പരിപാടിക്കുള്ള ഒരു ഫിറ്റാണ് ഇപ്പം ഇട്ട് വെക്കണത്. ഇത് ഓവറായല്ലോ. ഇല്ല. അപ്പം ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള ഫിറ്റ്. അതായത് പാൻസൊക്കെ എനിക്ക് കറക്റ്റ് എന്താണോ ഇതിൻ്റെ ഫിറ്റ് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഫുൾ സെറ്റ് ഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് കാസർഗോഡത്തെ പരിപാടിക്ക് ഇതാ ഈ വൈറ്റ്, ഈ ഓഫ് വൈറ്റ് സാധനം ഇപ്പം ഞാൻ എടുത്ത് നോക്കുകയാണ്. ഈ ഓഫ് വൈറ്റ് എനിക്ക് കാസർഗോഡിലൊരു പ്രോഗ്രാമിന് ചെയ്തെന്നീനെ ഓരന്നേനു. സീനത്താൻ്റെ കൂടെ, കണ്ണൂർ സീനത്താൻ്റെ കൂടെ പാടിയ പരിപാടിക്ക് ഇട്ട ഓഫ് വൈറ്റ് സാധനം ചെയ്ത ഓരന്നേനു. അതുപോലെ തന്നെ ഈ ഒരു സാധനം എനിക്ക് ചെയ്തു തന്നിട്ടുള്ളതും ഓരന്നെയാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പരിപാടികൾക്ക് ആവശ്യമായ എല്ലാ സാധനവും നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഇതാ ടീം 11 ആണ്. ഇതാ റീറ്റെയിൽ ആൻഡ് വെഡ്ഡിങ് സ്റ്റുഡിയോ, 11 മെൻസ് വെഡ്ഡിങ് സ്റ്റുഡിയോ മഷൂഫ് ഖാൻ്റെയാണ്. ഇതാണ് നമ്പർ. ഉപ്പള, മംഗളൂർ, കാസർഗോഡ് എല്ലായിടത്തും ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതാണ് മഷൂഫ് ഖാൻ, ഇതാണ് ഓരോ പാർട്ട്നേഴ്സ് എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. അപ്പം എല്ലാവരും ഇക്കാൻ്റെ ചെറിയ കുട്ടികളാണ് കേട്ടോ. ഒന്ന് നത്താശ, ഒന്ന് ന്യൂസ്.
അപ്പോൾ നൂഹും നതാശയും വന്നിട്ട് ഫുൾ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ചോക്ലേറ്റ് കിറ്റ്കാറ്റൊക്കെ തിന്നുമ്പോൾ സൈലൻസ് ഒന്നുമില്ല. ആദ്യം ഒരു ചോക്ലേറ്റ് ഫുള്ള് തിന്നു, ഇപ്പോൾ ഒരു കറുത്തലവിയും കഴിക്കുന്നുണ്ട്. അതിന് വല്ലാത്ത സൈലൻസ് ഇല്ല. കോഴിക്കോടാണ് അവർ പഠിക്കുന്നത്. നമ്മളെ ഷോപ്പിന് വരുന്നത് കോഴിക്കോട് ഇനാസ് ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് തന്നെ ഓൽക്ക് ഒരു ഷോപ്പും ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മളെ ചെറിയ ചെറിയ ചേഞ്ചസിന് പോലും ഓല് കാസർഗോഡ് നിന്ന് എപ്പോൾ പോന്നു? രാവിലെ പോന്നു. അപ്പോൾ രാവിലെ കാലിക്കറ്റ് എത്തി. പിന്നെ നമ്മളിവിടെ അവൈലബിൾ ആയ ടൈമിൽ നമ്മളെ നാട്ടിലേക്ക് എത്തി. ചെറിയ ചേഞ്ചസിന് പോലും കാസർഗോഡുള്ള ആൾക്കാരുണ്ട്. സോ കാസർഗോഡ് നിന്ന് വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻസിൽ ക്ലാപ്പ് ചെയ്യുക. കാരണം കാസർഗോട്ടുകാരാണ് ഈ കല്യാണം നമുക്ക് അടിച്ച് പൊളിച്ചാക്കി തന്നിരിക്കുന്നത്. സോ ഒരുപാട്. അപ്പം ഇപ്പോൾ വന്നതൊക്കെ ജസ്റ്റ് ട്രെയിലർ മാത്രമാണ്. ഒറിജിനൽ പടം അതന്നെ. അപ്പം ഇപ്പോൾ വന്ന വെറും ട്രെയിലർ മാത്രമാണ്. ഇനി ഒരുപാട് സാധനങ്ങൾ ഇതിലൊക്കെ വരാനുണ്ട്. പക്ഷെ അതിപ്പോൾ തന്നെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം ഇടുമ്പോൾ ഭംഗി ഉണ്ടാവില്ല എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നീ കല്യാണത്തിൻ്റെ അന്ന് ഓക്കെ ഇൻഷാ അല്ലാ ഓക്കെ.